ജോലി ചെയ്യരുതാത്ത പ്രായത്തിലുള്ള ഇവളെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിച്ചതല്ലേ? അപ്പൊ 500 രൂപ വെച്ച് തന്നെ കൊടുക്കണം. ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ ഈ കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യിച്ചത്? 500 വെച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല. വേണ്ട. പോലീസ് ചോദിക്കുമ്പോ മോള് പറയണം ഒരുപാട് കഷ്ടപ്പെടുത്തി പണിയെടുപ്പിച്ചെന്ന്, കേട്ടോ? വേണ്ട വേണ്ട, 500 രൂപ വെച്ച് കൊടുക്കാം. ഇവളെ ഇവിടെ കൊണ്ടുവന്ന അന്നു മുതൽ ഇന്നു വരെയുള്ള പൈസ കണക്ക് കൂട്ടി ഇന്ന് തന്നെ കൊടുക്കണം. നാളെ മുതലുള്ള ശമ്പളം ഇവളിവിടുന്ന് പോകുന്ന ദിവസം കൊടുത്താ മതി. എല്ലാം കൂടെ ഒന്നിച്ചു കൊടുത്താ പോരെ? പോകുന്ന ദിവസം പോരെ പോരാ, അതൊക്കെ അപ്പോഴത്തെ തിരക്കിനിടയിൽ ചോദിക്കാനും പറയാനും കണക്ക് കൂട്ടാനും ഒക്കെ മറന്നുപോകും. ഇന്ന് തന്നെ കൊടുക്കണം ഇതുവരെയുള്ള പൈസ. ശരി, കൊടുത്തേക്കാം. വൈകിട്ട് ഞാൻ ഇവളോട് ചോദിക്കും കിട്ടിയോന്ന്. കിട്ടിയില്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷൻ. ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. വേണ്ട, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മതി. എണ്ണി നോക്കണ്ടേ? കയ്യില് ബിരിയാണി പറ്റിയിരിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇവളെ ഈ വീട്ടിലെ ഏറ്റവും നല്ല റൂമിൽ കിടത്തണം. ഇവക്ക് ഇഷ്ടമുള്ള മുറി ഏതാന്ന് വെച്ചാ അവിടെ. അങ്ങനെ ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല. വിരോധം കാണും, എനിക്കറിയാം. എന്നാലും നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് കിടത്തണം. ഞാൻ പറഞ്ഞല്ലോ, ചെയ്തോളാം. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞു. എന്താ? ഇവക്ക് 2 ജോഡി ഡ്രസ് എടുത്തു കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ദിവസം ജോലി ചെയ്തതല്ലേ, ഒരു ഗിഫ്റ്റായിട്ട് കണക്കാക്കിയാ മതി. 2 ജോഡി വേണോ? വേണം വേണം. പറഞ്ഞയക്കുമ്പോ നമ്മൾ ഡീസന്റ് ആയിട്ട് ചെയ്യണ്ടേ? ആരും കുറ്റം പറയരുത്. ഒരു 1000-1500 രൂപ വില വരുന്ന ഡ്രസ് മതി. ഒരുപാട് വില പിടിച്ചൊന്നും വേണ്ട. 1500 രൂപയുടെ ഡ്രസ്സോ? ഞങ്ങളുടെ സ്വന്തം മോക്ക് പോലും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ നല്ലത് കൊടുക്കണ്ടേ ആന്റി? 4 ആളെ കണ്ടാ കുറ്റം പറയരുത്. എന്താ, കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാം കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഗിഫ്റ്റ് അല്ലേ അല്ലേ? ഇങ്ങനൊരു പുലിവാല് പിടിക്കുമെന്ന് ഒട്ടും കരുതിയില്ലല്ലേ? എന്തൊരു ചതിയാ നിങ്ങൾ ചെയ്തേ? അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോകാൻ നിന്ന കൊച്ചിനെ വഴി തെറ്റിച്ച് അറിയാത്ത നാട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് അതിനെ കൊണ്ട് അടുക്കളയിലിട്ട് പണിയെടുപ്പിക്കുക. നിങ്ങൾക്കും ഉണ്ടല്ലോ ഒരു മോള്, അവളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താലോ? ഒരു തവണയെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? അങ്കിളിനൊന്നും പറയാനില്ലേ?